ഹായ് മച്ചാമാരെ, ഞാൻ നിങ്ങളുടെ വിഷ്ണു ഓമനക്കൂട്ടൻ ഡോട്ട് ഫോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഡിയോയുടെ ബാക്കിലത്തെ ബ്രേക്ക് ഷൂ മാറുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മളൊരു 24 റിങ്ങാണ് ഉപയോഗിക്കേണ്ടത്. 24 നെട്ടാണ് ഡിയോയുടെ ബാക്ക് വീൽ നെറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇച്ചിരി പാടാണ് അത് ലൂസ് ചെയ്യാൻ. ഒന്നി ഫുള്ള് ബ്രേക്ക് പിടിച്ചുകൊണ്ട് നമ്മൾ റിങ് ഇട്ട് ലൂസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഹബിൻ്റെ ഇടത്ത് എന്തെങ്കിലും ഒന്ന് കയറ്റി വെച്ചിട്ട് ലൂസായി കൊടുക്കുക. ഇതാണ് 24 നെട്ട് വരുന്നത്. അതിനുശേഷം നമ്മൾ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ നെട്ട് ലൂസാക്കുക. അത് അത്യാവശ്യം ചെളിയൊക്കെ പിടിച്ചിരിക്കുകയാണെങ്കിൽ ഒരു പ്ലെയറോ ഏതെങ്കിലും ഒരു സൈഡിൽ പിടിക്കുക. എന്നിട്ട് ഒരു 14-ൻ്റെ ഡബിൾ സ്പാൻ ഇട്ട് നമ്മൾ അത് ഊരുക. അതിനുശേഷം നമ്മൾ വീല് ചെറുതായിട്ട് ഇതുപോലെ കൈകൊണ്ട് തട്ടി ഊരുക. കൈകൊണ്ട് തട്ടിയിട്ട് ഊരിയില്ലെങ്കിൽ ഒരു ഹാമർ ഉപയോഗിക്കുക. ആ ടയറിൻ്റെ ഭാഗത്ത് തട്ടി കൊടുത്താൽ മതി, അത് ഊരി വന്നോളും. ചിലതൊക്കെ അത്യാവശ്യം തുരുമ്പൊക്കെ കയറി ജാമായിട്ട് ഇരിക്കുമായിരിക്കും, അതുകൊണ്ട് ഊരാൻ ഇച്ചിരി പാടാണ്. അത് നമ്മൾ ബാക്ക് വീല് ഊരി എടുത്തിട്ടുണ്ട്. ഇതാണ് ഹബ്ബ്. ഈ ഹബ്ബിനകത്താണ് നമ്മൾ ബ്രേക്ക് ഷൂ കറക്റ്റായിട്ട് വർക്കാവുന്നത്. ഇതാണ് നമ്മുടെ പഴയ ബ്രേക്ക് ഷൂ. ഇത് നമ്മൾ പതുക്കെ കൈ കൊണ്ട് വലിച്ച് ഊരിയാൽ മതി. അത് പതുക്കെ ഊരി വന്നോളൂ. നമ്മൾ ചെറുതായിട്ടൊരു ബലം കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു സൈഡൊന്ന് പൊന്തിച്ച് കൊടുക്കുമ്പോഴത്തേക്കും ആ ബ്രേക്ക് ഷൂ ഒന്ന് ഊരും. ഇതാണ് നമ്മുടെ പഴയ ബ്രേക്ക് ഷൂ. ഇതിൻ്റെ സ്പ്രിങ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പുതിയ സ്പ്രിങ് ഇല്ലാത്തതുകൊണ്ട് പഴയ സ്പ്രിങ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ സ്പ്രിങ് നമ്മൾ പഴയ ബ്രേക്ക് ഷൂവിനകത്ത് നിന്ന് ഊരിയെടുക്കുക. ഇതാണ് 2 സ്പ്രിങ് ആണ് വരുന്നത്. ഇത് നമ്മുടെ പുതിയ ബ്രേക്ക് ഷൂ. ഈ പുതിയ ബ്രേക്ക് ഷൂവിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് തന്നെ ആ സ്പ്രിങ് കയറ്റി ഇട്ട് കൊടുക്കുക. 2 ബ്രേക്ക് ഷൂവിനകത്തോട്ടും 2 സ്പ്രിങ്ങും കറക്റ്റായിട്ട് നമ്മൾ കയറ്റിയിട്ടു. എന്നിട്ട് ആ സ്പ്രിങ് ഊരി പോകത്തില്ലെന്ന് ഉറപ്പാക്കുക. അതിന് ശേഷമേ നമ്മൾ ബ്രേക്ക് ഷൂ സെറ്റ് ചെയ്ത് പാടുള്ളൂ. ഈ ക്യാം വരുന്ന ഭാഗം നമ്മൾ ജസ്റ്റ് കോട്ടൺ പേസ്റ്റ് ഉപയോഗിച്ചൊന്ന് തുടച്ചു കൊടുക്കുക. അഴുക്കൊക്കെ ഉണ്ടെന്ന് തുടച്ച് മാറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബ്രേക്ക് ഷൂ കറക്റ്റായിട്ട് തന്നെ നമ്മളത് കയറ്റിയിടുക. ആ ക്യാമിൻ്റെയും മറ്റേ ആ സ്റ്റോപ്പറിൻ്റെ അടുത്തോട്ട് കറക്റ്റായിട്ട് ബ്രേക്ക് ഷൂ വെക്കുക. ആയിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് താത്തു കൊടുത്താൽ മതി. ആ ബ്രേക്ക് ഷൂ കറക്റ്റായിട്ട് കയറി വീണോളും. ഒന്ന് പ്രസ് ചെയ്യുക, അവിടെ നമ്മൾ ബ്രേക്ക് ഷൂ താത്തു കൊടുക്കുക. താത്തു കൊടുക്കുമ്പോഴത്തേക്കും ആ ബ്രേക്ക് ഷൂ കയറി വീഴുന്നതായിരിക്കും. എന്നിട്ടത് കറക്റ്റാണോ എന്ന് നോക്കുക. ആ ക്യാമിനകത്തോട്ടും മറ്റേ അടുത്ത സ്റ്റോപ്പറിനകത്തോട്ടും കറക്റ്റായിട്ട് കയറി വീണിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അതിന് ശേഷം നമ്മൾ ഹബ്ബ് കയറ്റിയിടാവുള്ളൂ. ബാക്ക് വീല് കയറ്റിയിടാവുള്ളൂ. അല്ലെങ്കിൽ ബ്രേക്ക് ജാമൊക്കെ ആവാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ കുറച്ചും കൂടി ബ്രേക്ക് ലൂസാക്കി ഇടുന്നുണ്ട്, ഫുള്ള് ഊരുന്നില്ല. ആ ബ്രേക്കിനിട്ട് കുറച്ചും കൂടി ലൂസാക്കുക, എന്നാലേ അത് കറക്റ്റായിട്ട് വീല് കയറത്തുള്ളൂ. അതിനുശേഷം നമ്മൾ ഹബ്ബ് ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ലോണം ഒന്ന് പേപ്പറിട്ട് പിടിക്കുക. അകത്ത് തുരുമ്പും അഴുക്കും എല്ലാം പോകുന്നതിന് വേണ്ടിയാണ്, ബ്രേക്ക് കറക്റ്റായിട്ടൊന്ന് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സാൻഡ് പേപ്പർ ഇട്ട് ഒന്ന് പിടിച്ചു കൊടുക്കുന്നത്. എല്ലാ വശവും ഒരേപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക. അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ പിടിക്കുക. വൃത്തിയായിട്ട് സാൻഡ് പേപ്പർ ഇട്ട് പിടിച്ചതിന് ശേഷം നമ്മളിനി ബാക്ക് വീല് കയറ്റിയാൽ മതി. വീല് ഒന്ന് ചെറുതായിട്ടൊന്ന് ചരിച്ചാൽ മറുകാറിൻ്റെ അടുത്തുകൂടി ഒന്ന് ചരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വീലങ്ങ് കയറിക്കോളും. വണ്ടി ചരിക്കേണ്ട ആവശ്യമില്ല. വീലൊന്ന് ചെറുതായിട്ടൊന്ന് ചരിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ വീല് കറക്റ്റായിട്ട് തന്നെ ആ എക്സിലിനകത്തോട്ട് കയറ്റി കൊടുക്കുക. ബ്രേക്ക് ഷൂ ചാടിപ്പോവാതെ ശ്രദ്ധിക്കുക. വീല് കയറ്റിയിട്ട് 24-ൻ്റെ നെട്ടാണ് വരുന്നത്. 24-ന് ഒരു വാഷറും വരുന്നുണ്ട്. ഒരു വാഷറും കയറ്റിയിട്ട് ആ നെട്ട് കറക്റ്റായിട്ട് കയറ്റിയിട്ട് വീലൊന്ന് കറക്കി കൊടുക്കുക. അപ്പോഴത്തേക്കും വീൽ നെട്ട് കുറച്ചങ്ങ് അടുക്കും. വീലൊന്ന് ബാക്കിലോട്ടൊന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ വീൽ നെട്ട് മുറുകും. അതിനുശേഷം നമ്മൾ റിംഗ് സ്പാനർ ഉപയോഗിക്കുക. വീലൊന്ന് ബാക്കിലോട്ട് കറക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അത് വലിച്ചു മുറുക്കുക. ഒന്നിൽ ആ ബ്രേക്ക് ഒന്ന് മുറുക്കി പിടിച്ചുകൊണ്ട് ടൈറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഹബിൻ്റെ ഇടയിലോട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ കയറ്റി വെച്ചിട്ടൊന്ന് വീലിനിട്ടൊന്ന് മുറുക്കി കൊടുത്താൽ ആ സൈലൻസറിനകത്ത് തട്ടി നിന്നോളും. അപ്പോൾ നമുക്കൊന്ന് നല്ല രീതിയിൽ തന്നെ അത് മുറുക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ നെട്ട് മുറുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബ്രേക്ക് നമുക്ക് വേണ്ടത്രയും മുറുക്കുക.
നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പം നമ്മുടെ വ്യത്യസ്തമായ വീഡിയോ കാണണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ.